മക്കളെ, ജെറൂസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി വിദേശങ്ങളിലും സ്വദേശങ്ങളിലും ഉള്ളവർ, എല്ലാ പ്രേക്ഷിതരും ശുശ്രൂഷകരും ദൈവജനവും ആകാംക്ഷയോടെ ഇതാ കാത്തിരിക്കുകയാണ്. പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിലേക്ക് ഒരു തീർത്ഥയാത്ര. തിരുപ്പിറവിയോട് അനുബന്ധിച്ച് ചില വ്യക്തികളെയും ചില വചനങ്ങളെയും ചില സുഹൃത ജപങ്ങൾ വഴിയായി പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിനെ കണ്ടുമുട്ടുവാൻ നമുക്കെല്ലാവർക്കും ഇടവരട്ടെ. ഇന്നത്തെ കർത്താവ് തരുന്ന വചനം കേൾക്കട്ടെ. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ എന്നിൽ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മക്കളെ, മാർഗം വ്യക്തമായാൽ ലക്ഷ്യം വളരെ എളുപ്പമാണ്. ക്രിസ്തുവിൻ്റെ മാർഗം കുരിശിൻ്റെ മാർഗമാണ്, വിശ്വാസത്തിൻ്റെ മാർഗമാണ്. രക്ഷയിലേക്കും രക്ഷകനിലേക്കുള്ള വഴി അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം എളുപ്പമാണ്. നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ജീവിതങ്ങളിലും വലിയ വിശ്വാസത്തിൻ്റെ വർധനവ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് സുഹൃദയപം ഏറ്റുചൊല്ല. എൻ്റെ ഉണ്ണീശോയെ, എൻ്റെ ഉണ്ണീശോയെ, എൻ്റെ ഹൃദയം മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കണമേ. എൻ്റെ ഉണ്ണീശോയെ, എൻ്റെ ഹൃദയം മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കണമേ. ഇന്ന് ചെയ്യേണ്ട പുണ്യപ്രവൃത്തി എന്താണെന്നറിയാമോ? ഇന്ന് കേട്ട വചനം 10 പേർക്ക് നീ ഷെയർ ചെയ്യുക. ഉണ്ണീശോ നിന്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിലേക്ക് കടന്നു വരും. വഴിയും സത്യവും ജീവനുമാണ് ഉണ്ണീശോ. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കൽ എത്തുന്നില്ല. വഴിയും സത്യവും നീതിയുമായി നീ പിറക്കണമേനുരത്തിൽ എൻ ഗാത്രവും എൻ മോഹവും നിനക്കായേകുന്നു നാഥാ, നിനക്കായേകുന്നു നാഥാ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.